ക്ലാസിൻ്റെ അവസാനത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. വളരെ ശ്രദ്ധാപൂർവം ഇഖ്ലാസോടുകൂടി ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. വഖിതാലുൽ ലുസൂസി വൽ ഖവാരിജി ജായിസുൻ ഇദാ അറലു ലിർറജുലി ഫീ നഫ്സിഹി വമാലിഹി. വഖിതാലുൽ ലുസൂസ്, ഒരു മോഷ്ടാവിനോട് യുദ്ധം ചെയ്യുക, വൽ ഖവാരിജ്, ഖവാരിജുകളോട് ഏറ്റുമുട്ടുക, ജായിസുൻ, അനുവദനീയമാണ്. എപ്പോൾ? ഇദാ അറലു ലിർറജുലി, നമുക്കെതിരെ അവൻ വരികയാണ്, ഫി നഫ്സിഹി വമാലിഹി, ഒന്നുകിൽ നമ്മുടെ നഫ്സിനെ ഇല്ലാതാക്കാൻ വേണ്ടി, നമ്മെ വധിക്കാൻ വേണ്ടി വരികയാണ്, അതല്ലെങ്കിലോ നമ്മുടെ ധനം അപഹരിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ അവരോട് എന്ത് ചെയ്യാം? യുദ്ധം ചെയ്യാം. ആ സമയത്ത് അവരോട് യുദ്ധം ചെയ്യാം. ഫലഹു അൻ യുഖാതില അൻ നഫ്സിഹി വമാലിഹി, അവൻ്റെ ധനവും അവൻ്റെ പണവും സംരക്ഷിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം? യുദ്ധം ചെയ്യാം. വയദ്ഫഉ അൻഹാ ബികുല്ലി മാ യഖ്ദിർ, അവന് കഴിയുന്ന രൂപത്തിലൊക്കെ അവന് തടുക്കാം. വലൈസ ലഹു ഇദാ ഫാറഖൂഹു ഔ തറകൂഹു അൻ യത്ലുബഹും, പക്ഷേ ആ ഖവാരിജ് അതല്ലെങ്കിൽ ആ മോഷ്ടാവ് ഓടിപ്പോയി എങ്കിൽ പിന്നെന്ത് ചെയ്യണ്ട? അവൻ്റെ പിന്നിൽ പോകേണ്ടതില്ല. വലാ യത്ബഅ ആസാറഹും, അവനെ പിൻപറ്റി പോകേണ്ട. ലൈസ ലി അഹദിൻ ഇല്ലൽ ഇമാമ ഔ ഉലാത്തൽ മുസ്ലിമീൻ, അതിനുള്ള അനുമതി ആർക്കേ ഉള്ളൂ? ഇമാമിയങ്ങൾക്കും മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലെ വലിയമാർക്കും. വലിയ എന്ന് പറയുമ്പോൾ ഇമാം ആരെയാണോ അധികാരം ഏൽപ്പിക്കുന്നത് അവർക്ക് മാത്രമേ ഉള്ളൂ. ഇന്നമാ ലഹു അൻ യദ്ഫഅ അൻ നഫ്സിഹി ഫീ മഖാമിഹി ദാലിക, അവൻ എന്താ ചെയ്യേണ്ടത്? അവൻ്റെ നഫ്സിനെ സംരക്ഷിക്കുക. വയൻവി ബിജുഹ്ദിഹി അൻ ലാ യഖ്തുല അഹദൻ, അവൻ്റെ പരിശ്രമം കൊണ്ട് ഒരാളും വധിക്കരുത് എന്നതാണ് എന്ത് ചെയ്യേണ്ടത്? അവൻ ഒരാളും കൊല്ലപ്പെടാൻ പാടില്ല എന്നതിനാണ് അവൻ പരിശ്രമിക്കേണ്ടത്. അതായത് മറ്റവനെ കൊല്ലുക എന്നുള്ളതല്ല, അവനിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. ഫൈൻ മാത അലാ യദൈഹി ഫി ദഫ്ഇഹി അൻ നഫ്സിഹി ഫിൽ മഅറകതി ഫഅബ്അദ അല്ലാഹുൽ മഖ്തൂൽ, ഇനി അവൻ്റെ കരങ്ങളാൽ അവർ സ്വന്തം നഫ്സിനെ സംരക്ഷിക്കുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്തു? മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്തില്ല? കുഴപ്പമില്ല എന്നുള്ളതാണ്. വഇൻ ഖുതില ഹാദാ ഫീ തിൽകൽ ഹാലി വഹുവ യദ്ഫഉ അൻ നഫ്സിഹി വമാലിഹി റജൗതു ലഹു ഷഹാദ, ഇനി ഒന്ന് അവൻ സംരക്ഷിക്കുന്ന സമയത്ത് അവൻ തന്നെ മരണപ്പെട്ടാൽ അവൻ ഷഹീദുമാണ്. അവനെന്തുണ്ട്? റജൗതു ലഹു ഷഹാദ, അവന് ഷഹാദത്ത്, അവൻ ഷഹീദാണ് എന്നതിനെ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് ഇമാം അഹ്മദ് പറയാൻ. കമാ ജാഅ ഫിൽ ഹദീസ്, ഹദീസിൽ വന്നതുപോലെ. വജമീഇൽ ആസാർ, എല്ലാ ആസാറുകളിലും വന്നതുപോലെ. ഫീ ഹാദ, ഈ വിഷയത്തിൽ. ഇന്നമാ ഉമിറ ബിഖിതാലിഹി, അവനോട് യുദ്ധം ചെയ്യാനാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വലം യുഅ്മർ ബിഖത്ലിഹി വലാ ഇത്തിബാഇഹി, അവനെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല. ഖത്ലും ഖിതാലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഖത്ൽ എന്ന് പറഞ്ഞാൽ എന്താ? കൊല്ലലാണ്. ഖിതാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം യുദ്ധം ചെയ്യൽ, തടുത്തു നിർത്തൽ എന്നൊക്കെയാണ്. വലാ ഇത്തിബാഇഹി, അവനെ പിൻപറ്റുകയും വേണ്ട. അവൻ ഓടിപ്പോയാൽ പിന്നെന്ത് ചെയ്യണ്ട? അവൻ്റെ പിന്നിൽ പോയി അവനെ പിടികൂടാൻ നിൽക്കണ്ട. വലാ യുജ്ഹിസു അലൈഹി ഇൻ സുരിഅ ഔ കാന ജരീഹൻ വഇൻ അഖദഹു അസീറൻ ഫലൈസ ലഹു അൻ യഖ്തുലഹു വലാ യുഖീമു അലൈഹി അൽഹദ്ദ വലാകിൻ യർഫഉ അംറഹു ഇലാ മൻ വല്ലാഹു അല്ലാഹു തആല. ഇനി അവനെ എന്ത് ചെയ്തു? നമ്മൾ പിടിച്ചു വെച്ചു, അവനെ ബന്ദിയാക്കി നമ്മൾ പിടിച്ചു വെച്ചു. എന്നാൽ പോലും എന്ത് ചെയ്യാൻ പറ്റൂല? കൊല്ലാൻ നമുക്ക് അനുവാദമില്ല. അതോടൊപ്പം ശിക്ഷ നടപ്പിലാക്കാനും അനുവാദമില്ല. അതൊക്കെ ആരാ ചെയ്യേണ്ടത്? അതത് ആളുകളാണ് ചെയ്യേണ്ടത്. അതിനെ ഏൽപ്പിക്കപ്പെട്ട ആളുകൾ സമൂഹത്തിലുണ്ട്, അവരാണ് ചെയ്യേണ്ടതെന്നാണ്. കാരണം അല്ലാത്ത ആളുകൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ആളുകളും നിയമം കയ്യിലെടുക്കുന്ന അവസ്ഥ ഉണ്ടാകും. നിയമം കയ്യിലെടുത്തു കഴിഞ്ഞാൽ അർഹരല്ലാത്ത ആളുകൾ, അനർഹരായ ആളുകൾ വരെ കൊല്ലപ്പെടും. അതുണ്ടാകാൻ പാടില്ല. ഇസ്ലാം ഏറ്റവും കൂടുതൽ സംരക്ഷണം ഏർപ്പെടുത്തിയ ഒന്നാണ് നഫ്സിൻ്റെ സംരക്ഷണം. നഫ്സ് എന്നത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് ഒരാൾ വധിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം എന്താ? നഫ്സിന് അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണ്. നഫ്സിൻ്റെ പ്രാധാന്യം അത് ഉന്നതമാണ്. ഇനി അടുത്തത്, വലാ നഷ്ഹദു അലാ അഹദിൻ മിൻ അഹ്ലിൽ ഖിബ്ലതി ബിഅമലിൻ യഅമലുഹു ബിജന്നത്തിൻ വലാ നാരിൻ നർജു ലിസ്സാലിഹി വനഖാഫു അലൈഹി. വലാ നഷ്ഹദു, നമ്മൾ സാക്ഷ്യം വഹിക്കുന്നില്ല, അലാ അഹദിൻ, ഒരാളുടെ വിഷയത്തിലും, മിൻ അഹ്ലിൽ ഖിബ്ല, നമ്മുടെ ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന ആളുകളുടെ വിഷയത്തിൽ എന്ത് സാക്ഷ്യപ്പെടുത്തുന്നില്ല? ബിഅമലിൻ യഅമലുഹു, അവൻ പ്രവർത്തിക്കുന്ന ഒരു അമലുണ്ട്, ആ പ്രവർത്തിക്കുന്ന അമലിൻ്റെ പേരിൽ നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നില്ല. ബിജന്നത്തിൻ വലാ നാരിൻ, ഒരു നല്ല പ്രവർത്തനം ചെയ്യുന്ന ഒരു അടിമ, ആ അമൽ നോക്കിയിട്ട് നമ്മൾ പറയാണ് ഓ സ്വർഗത്തിൽ തന്നെ എന്ന് നമ്മൾ എന്ത് ചെയ്യൂല? പറയില്ല എന്നുള്ളതാണ്. ഒരു തിന്മ ചെയ്യുന്ന ഒരു വ്യക്തി അവൻ്റെ തിന്മയെ നോക്കിയിട്ട്, ഓ മുസ്ലിമാണ്, എന്നിട്ട് പറയാണെന്ത്? ഓ നരകത്തിലാണ് എന്ന് നമ്മൾ പറയില്ല എന്നാണ്. അതാണ് അഹ്ലുസുന്നയുടെ
മൻഹജ്, അഹ്ലുസുന്നയുടെ രീതി. അതുകൊണ്ട് ഒരാളെയും സ്വർഗത്തിലാക്കുക നരകത്തിലാക്കുക എന്നുള്ളത് എന്തല്ല, നമ്മുടെ പണിയല്ല എന്നുള്ളതാണ്. നമുക്ക് ഏൽപ്പിക്കപ്പെട്ട പണി നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് നടക്കുന്നത് നേരെ വിപരീതമാണ്. ഒരു രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസമാകുമ്പോൾ അന്ന് ആരൊക്കെയാണ് സലഫിയത്തിൽ നിന്ന് പുറത്തായതെന്നാണ് എന്ത് ജനങ്ങൾക്കിടയിൽ ചർച്ച. പിറ്റേ ദിവസം ആരൊക്കെ പുറത്തുപോയി, ഓനുള്ളിലാണോ ഓൻ പുറത്താണോ എന്ന ചർച്ച. ഇങ്ങനെ ഈ ചർച്ച ഇങ്ങനെ പോവുകയാണ്. അതിൽ നമ്മളെന്ത് ചെയ്യും, കേട്ടിരിക്കാൻ ഭയങ്കര രസമായിരിക്കും. നമ്മളും അങ്ങനെയാണ് അതങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യും, കൂടെ അഭിപ്രായം പറയും. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സമയം അവിടെ നഷ്ടമാണ്. മറ്റൊന്ന്, ആ സമയത്ത് അതിനേക്കാളും ഒരുപാട് വലിയ നന്മകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. മറിച്ച് ഇതിലിങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിലകപ്പെട്ട് നിൽക്കുകയാണ്. നമ്മൾ നമ്മുടെ സലഫിയത്ത് എന്ത് ചെയ്യുക, കാത്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ്. ബാക്കിയുള്ളവൻ്റെ അളന്നിട്ട് അത് എത്ര സെൻറ്റിമീറ്റർ ഉണ്ട് എത്ര മീറ്റർ ഉണ്ട് എന്ന് നോക്കാൻ നമ്മെ ആരും ഏൽപ്പിച്ചിട്ടില്ല. അത് സലഫി മൻഹജും അല്ല. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹിയുടെ ക്ലാസ്സുകൾ പരിശോധിച്ച് നോക്കൂ, റദ്ദുകൾ വളരെ ചുരുക്കാണ്. എന്നാൽ എടുത്ത ക്ലാസ്സുകളോ ഡസൻ കണക്കിന് ക്ലാസ്സുകളും അദ്ദേഹത്തിൻ്റെ ഓഡിയോകളും ലഭ്യമാണ്. എന്നാൽ റദ്ദുകൾ വളരെ ചുരുക്കം. മറുപടി പറയണ്ട എന്നല്ല, മറുപടി പറയേണ്ട ആളുകളാണ് എന്ത് ചെയ്യേണ്ടത്, മറുപടി പറയേണ്ടത്. അതും തിടുക്കം കാണിച്ച് മറുപടി പറയാന്നുള്ളതല്ല, ഒരു ക്ഷമ എന്ത് ചെയ്യണം, അതിൽ വേണം. ഒരാൾക്ക് തെറ്റുപറ്റി എന്നിട്ട് അടുത്ത 10 മിനിറ്റിൽ തന്നെ എന്ത്, ഓനക്ക് പറ്റിയ തെറ്റിന് മറുപടി. ഓൻ തിരുത്താനൊരു ക്ഷമ നമ്മൾ കാത്തു സൂക്ഷിക്കണ്ടേ, തിരുത്താനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കണ്ടേ. ഇത് തിരുത്തുന്നതിന് മുമ്പ് തന്നെ അവൻ എന്ത് ചെയ്യാണ്, താറടിക്കാൻ. ഇനി അവൻ തിരുത്തി കഴിഞ്ഞാൽ പോലും അവൻ്റെ മനസ്സിലെന്താ ഉണ്ടാകുക നോക്കിയ, പരസ്പരം സലഫിയത്തിൽ പങ്കുചേരുന്ന സലഫിയത്തിൽ പോകുന്ന ആളുകൾ പരസ്പരം എന്ത് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് പിരിയുന്ന അവസ്ഥയാണ് നമ്മൾ കാണാറുള്ളത്. അവിടെ നമ്മൾ പരിശ്രമിക്കേണ്ടത് ഐക്യത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനത്തെ സംസാരങ്ങൾ സംസാരിക്കുന്ന ആളുകളോട് പറയാം, വളരെ ഗൗരവത്തിൽ തന്നെ പറയാം, ഒരു ഉപകാരം എന്തില്ല അത്തരം സംസാരത്തിലില്ല. യഥാർത്ഥമായി എന്തെങ്കിലും ഉപകാരമുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, സംസാരിച്ചാൽ മതി എന്നാണ് നമ്മൾ പറയേണ്ടത്. അതോടൊപ്പം സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ പണിയല്ല. നർജു ലിസ്സാലിഹി വനഖാഫു അലൈഹി. ഒരു സ്വാലിഹായ മനുഷ്യൻ്റെ വിഷയത്തിൽ നമ്മൾ പ്രതീക്ഷിക്കണം, ഓന് സ്വർഗത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ തിന്മ ചെയ്യുന്നവൻ്റെ വിഷയത്തിലോ നരകത്തിലേക്ക് പോകുമോ എന്നൊരു ഭയവും നമുക്കുണ്ടാകണം. വനഖാഫു അലൽ മുസീഇൽ മുദ്നിബ്. തെറ്റ് ചെയ്യുന്ന തിന്മ ചെയ്യുന്ന ആളുകൾ, അവൻ്റെ വിഷയത്തിൽ നമ്മൾ ഭയപ്പെടുന്നു. വനർജു ലഹു റഹ്മത്തല്ലാഹ്. അതോടൊപ്പം ഒരു പ്രതീക്ഷയുണ്ട്, അള്ളാഹിൻ്റെ റഹ്മത്ത് അവന് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന പ്രതീക്ഷയും നമുക്കുണ്ടാകണം. അപ്പോൾ ഇവിടെ ഒരാളുടെ വിഷയത്തിലും നമ്മൾ എന്ത് ചെയ്യൂല, ഇന്നയാൾ സ്വർഗത്തിലാണ് എന്നും ഇന്നയാൾ നരകത്തിലാണ് എന്നും പറയില്ല. പക്ഷെ ഇങ്ങനെ നമ്മൾ പറയും, എങ്ങനെ, മുഅ്മിനീങ്ങൾ സ്വർഗത്തിലാണ്, മുശ്രിക്കീങ്ങൾ നരകത്തിലാണ്, കുഫാരീങ്ങൾ നരകത്തിലാണ് എന്ന് പറയും. ഇതെന്തുകൊണ്ട് നമ്മൾ പറയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഗൈബിയായ കാര്യമാണ്. ഗൈബിയായ കാര്യത്തിൽ നമുക്കെന്തില്ല, യാതൊരു പങ്കും നമുക്കില്ല. മറിച്ച് അള്ളാഹു ആണ് അത് തീരുമാനിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് നടക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, സാധാരണ വളരെ വിവാദാകാറുള്ള ചോദ്യമാണ്, ഗാന്ധിജി നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്നുള്ളത്. എന്താ അതിന് മറുപടി പറയാം? കാഫിർ എന്ന അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ, കുഫാറുകൾ മൊത്തം നരകത്തിലാണ് എന്ന അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ നരകത്തിലാണ്. ഗാന്ധിജി എന്ന വ്യക്തിയെ മാത്രം നോക്കുകയാണെങ്കിൽ നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്ന് പറയാൻ നമുക്കെന്തില്ല, വകുപ്പില്ല എന്നുള്ളതാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് പോലുള്ള പണ്ഡിതന്മാരൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്നയാൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ നമുക്ക് പറയാൻ പറ്റൂല. യഹൂദി ആകട്ടെ, നസ്രാനി ആകട്ടെ, കാഫിർ ആകട്ടെ, ആരും. എന്നാൽ മൊത്തത്തിൽ യഹൂദികൾ കാഫിറുകളാണ്, നസ്രാനികൾ കാഫിറുകളാണ്, അവർ നരകത്തിലാണ് എന്ന് തന്നെ പറയും, എന്ന് തന്നെ നമ്മൾ പറയും. അതിലെന്തില്ല, നമുക്ക് യാതൊരു സംശയവും ഉണ്ടാകാൻ പാടില്ല. ഈ വീഡിയോ നമ്മൾ പുറത്തു വിടില്ല കേട്ടോ, ഗാന്ധിജിൻ്റെ വീഡിയോ ഇത് പുറത്തുവിട്ട പ്രശ്നമാണ്. ഇനി അടുത്തത്, വമൻ ലഖിയല്ലാഹ ബിദംബിൻ യജിബു ലഹു ബിഹിന്നാർ താഇബൻ ഗൈറ മുസിറിൻ അലൈഹി ഫഇന്നല്ലാഹ യതൂബു അലൈഹി. വമൻ ലഖിയല്ലാഹ, അല്ലാഹുവിനെ ഒരാൾ കണ്ടുമുട്ടി, ബിദംബിൻ ഒരു തിന്മയോടെ, യജിബു ലഹു ബിഹിന്നാറു താഇബൻ ഗൈറ മുസിറിൻ അലൈഹി ഫഇന്നല്ലാഹ യതൂബു അലൈഹി. ഒരാൾ തൗബ ചെയ്തുകൊണ്ട് അല്ലാഹുവിനെ കണ്ടുമുട്ടാണെങ്കിൽ അല്ലാഹ് എന്ത് ചെയ്യും, ആ തൗബ സ്വീകരിക്കുന്നുള്ളതാണ്. വയഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഫു അൻ സയ്യിഹാത്ത്. അല്ലാഹു തൗബ സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ തെറ്റുകൾ പുറത്തു കൊടുക്കുകയും ചെയ്യുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തൗബ ചെയ്തിട്ട് അല്ലാഹുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക്
തൗബ സ്വീകരിക്കുന്നുള്ളതാണ്. ഇവിടെ ഒരുപാട് മസലകൾ സൂചിപ്പിക്കേണ്ടതുണ്ട്, നമ്മൾ സമയത്തിൻ്റെ കുറവ് മൂലം നമ്മൾ സ്കിപ്പ് ചെയ്യാം. ഇനി അടുത്തത് വമൻ ലഖിയഹു വഖദ് ഉഖീമ അലൈഹി ഹദ്ദു ദാലിക ദംബി ഫി ദുനിയ. ഒരാൾ അള്ളാഹിനെ കണ്ടുമുട്ടിയത് എങ്ങനെയാണ്? ദുനിയാവിൽ അവന് ആ വിഷയത്തിൽ ശിക്ഷ ലഭിച്ചിട്ടുണ്ട്. റസൂലിൻ്റെ കാലത്ത് തന്നെ ചില സ്വഹാബാക്കളൊക്കെ എന്ത് വന്നിട്ടുണ്ട്, റസൂലിൻ്റെ അടുക്കൽ വന്നിട്ട് എനിക്ക് ഹദ്ദ് നടപ്പിലാക്കണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? റസൂൽ ഹദ്ദ് നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഹദ്ദ് നടപ്പിലാക്കുന്ന സമയത്ത് സിനയാണെങ്കിൽ എത്ര ആളുകൾ കാണണം എന്നാണ്? 4 ആളുകൾ കാണണം എന്നാണ്. ആ 4 ആളുകൾ കണ്ടാൽ മാത്രം പോരാ, വളരെ വ്യക്തമായി കാണണം, വളരെ വ്യക്തമായി കാണണം, എങ്കിൽ മാത്രമേ അത് നടപ്പിലാക്കപ്പെടുകയുള്ളൂ എന്നാണ്. ചില പണ്ഡിതന്മാർ പറയുന്നത് ഇസ്ലാമിക ലോകത്ത് അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് അറിയില്ല എന്നാണ്. 4 ആളുകൾ പറഞ്ഞിട്ട് അങ്ങനെ നടന്ന സംഭവങ്ങൾ അറിയില്ല. മറിച്ച് എങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മൾ കേൾക്കാറുള്ളത്? അവർ തന്നെ വന്നിട്ട് എന്ത് ചെയ്യുന്നു? അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു സ്ത്രീ വന്നിട്ട് അംഗീകരിക്കുന്നു, ആ സ്ത്രീയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശിക്ഷിക്കാൻ പറയുന്നു, അങ്ങനെ ശിക്ഷിക്കുന്നു. അങ്ങനെയുള്ളതേ ഇസ്ലാമിക ലോകത്ത് സ്ഥിരപ്പെട്ടിട്ടുള്ളൂ എന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് തന്നെയാണ് അവരുടെ കഫാറത്ത് എന്നാണ്. ഫഹുവ കഫാറത്തുഹു, അള്ളാഹു അവരുടെ തിന്മതയും പുറത്തു കൊടുക്കും. കമാ ജാഅ ഫിൽ ഖബരി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിൽ നിന്ന് ഹദീസിൽ വന്നതുപോലെ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ മറ്റൊരാളെ കൊന്നു, അപ്പോൾ കൊന്നു കഴിഞ്ഞ് അവന് കൊന്നിട്ടുണ്ട്, തൗബ ചെയ്തു, അള്ളാഹ് എന്ത് ചെയ്യും? തൗബ സ്വീകരിക്കും. അപ്പോൾ തൗബ ചെയ്യാന്നുള്ളത് ആരോടുള്ള ബാധ്യതയാണ്? അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ്. ഇനി ഇവൻ ഒരാളെ കൊന്നിട്ടുണ്ടല്ലോ, ആ കൊന്ന കുടുംബക്കാരനോട് ഇവന് ബാധ്യതയുണ്ട്. അതെന്താ? അവർ ചിലപ്പം ബ്ലഡ് മണി ചോദിക്കും, ആ ബ്ലഡ് മണി കൊടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഇവന് തിരിച്ച് ശിക്ഷയായിരിക്കും, അപ്പോൾ അത് കൊടുക്കണം. 2, ഇനി അവനൊരു ബാധ്യത ബാക്കിയുണ്ട്, അത് ഖിയാമത്ത് നാളിലാണ് തീർപ്പാക്കപ്പെടുക. അതേതാണ്? ഈ കൊല്ലപ്പെട്ട വ്യക്തിയുമായി ബന്ധപ്പെട്ടുള്ള ബാധ്യത. അതെന്ത് ചെയ്യും? ആഖിറത്തിൽ ബാക്കിയാകും. അത് അള്ളാഹ് ആഖിറത്തിൽ അവരും തമ്മിൽ എന്ത് ചെയ്യും? അള്ളാഹു തീരുമാനാക്കും എന്നുള്ളതാണ്. ഇനി അടുത്തത് വമൻ ലഖിയഹു മുസിറൻ, ഒരാൾ ഒരു തിന്മയിൽ തന്നെ തുടർന്നുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ, തൗബ ഒന്നും ചെയ്തിട്ടില്ല. അല്ലത്തി ഖദ് ഇസ്തൗജബ ബിഹാ അൽ ഉഖൂബ ഫഅംറുഹു ഇലല്ലാഹി ഇൻ ശാഅ അദബഹു വ ഇൻ ശാഅ ഗഫറ ലഹു. തൗഹീദുണ്ട്, അവൻ തിന്മ ചെയ്തു, ആ തിന്മയിൽ ഇങ്ങനെ തുടർന്ന് ജീവിച്ചു, അങ്ങനെ മരണപ്പെട്ടു, തൗബ ചെയ്തിട്ടില്ല, അള്ളാഹുവിനെ കണ്ടുമുട്ടി. എന്താ സംഭവിക്കുക? അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കും, അല്ലെങ്കിലോ അള്ളാഹു ശിക്ഷിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ മശീഅത്ത് അനുസരിച്ചിട്ടാണ് ഉണ്ടാകുക എന്നാണ്. അപ്പോൾ 3 അവസ്ഥകളാണ് ഇവിടെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞത്. ഒന്ന്, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുക, അള്ളാഹു പുറത്തു കൊടുക്കും. രണ്ടാമത്തേത്, അവന് ദുനിയാവിൽ തന്നെ ശിക്ഷ ലഭിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? പുറത്തു കൊടുക്കും. മൂന്നാമത്തേത്, അവൻ തൗബ ചെയ്യാതെ എന്ത് ചെയ്യുന്നു? ആ തിന്മയിൽ ബാക്കിയായിക്കൊണ്ട് തന്നെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നു. അവിടെ അള്ളാഹു തീരുമാനിക്കും. അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ സ്വർഗത്തിലേക്കും, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ശിക്ഷയും, അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ പ്രതിഫലവും, അല്ലെങ്കിൽ അവന് പുറത്തു കൊടുക്കുകയും ചെയ്യും എന്നാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തത്, വമൻ ലഖിയഹു വഹുവ കാഫിറുൻ അദബഹു വലം യഗ്ഫിർ ലഹു. വമൻ ലഖിയഹു വഹുവ കാഫിറുൻ അദബഹു വലം യഗ്ഫിർ ലഹു. കാഫിറായിക്കൊണ്ടാണ്, അവിശ്വാസിയായിക്കൊണ്ടാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതെങ്കിലോ അള്ളാഹു അവനെ ശിക്ഷിക്കും, അവൻ്റെ പാപങ്ങൾ അവന് പുറത്തു കൊടുക്കൂല. വറജ്മു ഹഖ്ഖുൻ, റജ്മു എന്ന് പറഞ്ഞാൽ എന്താ? കല്ലെറിയ. കല്യാണം കഴിച്ച ആളുകളാണ് വ്യഭിചരിച്ചതെങ്കിൽ അവരെ കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ളതാണ്, അത് സത്യമാണ്. അലാ മൻ സന, വ്യഭിചരിച്ച ആളുടെ മേൽ. വഖദ് അഹ്സന ഇദാ അഅ്തറഫ ഔ ഖാമത് അലൈഹി ബയ്യിന വഖദ് റജമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖദ് റജമത്തിൽ അഇമ്മത്തുർ റാഷിദൂൻ. അപ്പോൾ റജ്മു എന്നുള്ളത് ഹഖാണ്, റജ്മു എന്നുള്ളത് സത്യമാണ്. റസൂൽ റജ്മു ചെയ്തിട്ടുണ്ട്, റസൂലിൻ്റെ സ്വഹാബാക്കളും റജ്മു ചെയ്തിട്ടുണ്ട്, കല്ലെറിഞ്ഞ് അത്തരം ശിക്ഷകൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരം ശിക്ഷകൾ നടപ്പിലാക്കുക രണ്ടാലൊരു രൂപത്തിലാണ്. ഒന്നുകിൽ അവർ തന്നെ അംഗീകരിക്കണം, അതല്ലെങ്കിൽ സാക്ഷികൾ കൊണ്ട്, ദൃക്സാക്ഷികൾ കൊണ്ട് അത് തെളിയിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകണം. അടുത്തത്, വമൻ ഇൻതഖസ അഹദ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔ അബ്ഗദഹു ബിഹദസിൻ കാന മിൻഹു ഔ ദകറ മുസാവിഹൻ കാന മുബ്തദിഅൻ ഹത്താ യതറഹമ അലൈഹിം ജമീഅ. വമൻ ഇൻതഖസ അഹദ മിൻ അസ്ഹാബി റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ വളരെ താഴ്ന്ന രൂപത്തിൽ അവരെ ജനങ്ങൾക്ക് മുമ്പാകെ എന്ത് ചെയ്തു? അവതരിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായി. സ്വഹാബാക്കൾ എന്ത് ചെയ്തു? കുറച്ച് കാണിച്ചു. അതല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്തതിൻ്റെ പേരിൽ എന്ത് ചെയ്യുക? അവരോട് കോപം വെച്ച് പുലർത്തുക, അവരോട് ദേഷ്യം ഉണ്ടാവുക, അതല്ലെങ്കിൽ അവരുടെ കുറ്റങ്ങൾ എടുത്തു പറയുക.
ഇങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മുബ്തദി ആണ് എന്നാണ്, അവൻ ബിദ്അത്തുകാരനാണ്. ഏതുവരെ അവൻ എന്ത് ചെയ്യണം, ഏത് സഹാബിയെയാണോ അവൻ മോശമായി പറഞ്ഞത് ആ സഹാബിയുടെ വിഷയത്തിൽ അവൻ തറഹ്മു പറയണം, റളിയല്ലാഹു അൻഹു എന്ന് പറയണം. ഈ വിഷയത്തിൽ വിശദാംശങ്ങളുണ്ട്. കുഫ്റാകുന്ന സന്ദർഭമുണ്ട്, കുഫ്റാകാത്ത സന്ദർഭങ്ങളുണ്ട്. അതിൽ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അമ്മാ സബ്ബു ജമീഇഹിം അലാ വജ്ഹിൽ ഉമൂമി ഫഹാദാ കുഫ്റുൻ വലാ ശക്ക ഫിഹി. എല്ലാ സഹാബാക്കളെയും എന്ത് ചെയ്യാണ് ഒരാൾ ചീത്ത വിളിക്കും എങ്കിലോ കാഫിറാണെന്നുള്ളതിൽ സംശയമില്ല, അവൻ കാഫിറാണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. രണ്ടാമത്തേത് സബ്ബു ഷെയ്ഖൈൻ, രണ്ട് ഖലീഫമാരെ, രണ്ട് ഷെയ്ഖുമാരെ ചീത്ത വിളിക്കുക, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും. അവരെ ചീത്ത വിളിച്ചു കഴിഞ്ഞാലും അവനും എന്ത് ചെയ്യും, കാഫിറാവും എന്നുള്ളതാണ്, അവിശ്വാസിയായി പോകും. മൂന്നാമത്തേത് അൻ യതവജ്ജഹ സബ്ബു ഇലാ ഉമ്മിൽ മുഅ്മിനീൻ, ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്യാം, ചീത്ത വിളിക്കാം, അവനും കാഫിറാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത് വമൻ യശുക്കു ഫീ കുഫ്രിഹി ഫഹുവ കാഫിറുൻ മിസ്ലുഹു. ഈ പറയുന്ന ആയിഷ റളിയല്ലാഹു അൻഹയെ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ, ഇവരെയൊക്കെ ചീത്ത വിളിച്ച ആളുകൾ, മോശമാക്കിയ ആളുകൾ, ഇവരുടെ കുറ്റങ്ങളൊക്കെ പറയുന്ന ആളുകൾ, ഇത്തരം ആളുകൾ ആരാണോ പറയുന്നത് അവൻ കാഫിറാണ് എന്ന് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കാഫിറാകുന്ന, ആരാണോ ഇവരെ തക്ഫീർ ചെയ്യുന്നത് അവൻ കാഫിറാണ് എന്ന് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നമ്മളും ആരായി മാറും, കാഫിറായി മാറും. കാരണം റസൂലിൻ്റെ ഭാര്യയെക്കുറിച്ചിട്ടാണ് പറയുന്നുള്ളത്. അള്ളാഹു ഖുർആനിൽ ഒന്നും ചെയ്തിട്ടില്ല, നീ സദ്വൃത്തയാണ്, നീ ആ തിന്മയിൽ നിന്ന് മുക്തയാണ് എന്ന് അള്ളാഹു സർട്ടിഫിക്കറ്റ് കൊടുത്ത ഒരു സഹാബി വനിത റസൂലിൻ്റെ ഭാര്യയെക്കുറിച്ചിട്ടാണ് എന്ത് പറയുന്നത്, വളരെ മോശമായിട്ട് അസഭ്യം പറയുന്നത്. ഇതിന് ഷിയാക്കൾ എന്ത് ചെയ്യുന്നുണ്ട്, നിഷേധിക്കുന്നുണ്ട്. ഷിയാക്കൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആയത്ത് ഷിയാക്കൾ അംഗീകരിക്കൂല. ഷിയാക്കൾ രേഖപ്പെടുത്തുന്നത് ആ ആയത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞു വെക്കാറുള്ളത് അഹ്ലുസുന്നയാണല്ലോ അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അഹ്ലുസുന്നയുടെ ഒരു റിപ്പോർട്ടും ആര് സ്വീകരിക്കൂല, ഷിയാക്കൾ സ്വീകരിക്കൂല. ഷിയാക്കൾ എന്നിട്ട് പറയുന്നത് ഇത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ ഇറങ്ങിയതല്ല, മറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തിട്ടുണ്ട്, ആരോപണം നടത്തിയിട്ടുണ്ടെന്നാണ് വേറൊരു സ്ത്രീയെ. ആ ആയത്ത് ആയിഷ റളിയല്ലാഹുവിൻ്റെ വിഷയത്തിലല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് അവരുടേതായ വ്യാഖ്യാനങ്ങളാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ എന്തല്ല, പൂർണ്ണമല്ല, അവർക്ക് അവരുടേതായ ഖുർആൻ പോലും ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഈ പറയുന്ന ആയത്തുകൾ എന്തല്ല, അവർക്ക് വിഷയമല്ല എന്നുള്ളതാണ്. നാലാമത്തേത്, ഒരാൾ എന്ത് ചെയ്തു, ഒരു സഹാബിയെ മൻസബ്ബ സഹാബ വഖ്തറന ബിസബ്ബിഹി ദഅവ അന്ന അലിയൻ ഇലാഹുൻ, സഹാബിയെ ചീത്ത വിളിച്ചു, ചീത്ത വിളിക്കുക മാത്രമല്ല എന്നിട്ട് പറഞ്ഞു അലി റളിയല്ലാഹു അൻഹു ഇലാഹാണ്. അങ്ങനെ വാദിക്കുന്ന ആളുകളുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് റിസാലത്ത് കൊടുക്കുന്ന സമയത്ത് മാറിപ്പോയതാണ്, ജിബ്രീലിന് മാറിപ്പോയതാണ് എന്ന് പറയുന്നുണ്ട്. അതായത് രണ്ട് കാക്കകൾ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യൂല, നമുക്ക് തിരിച്ചറിയില്ലല്ലോ ഏതാണ് ആദ്യം കണ്ട കാക്ക എന്നുള്ളത്. അതാണ് അതിനെന്ത് ചെയ്യുക, അവരതിന് ഉദാഹരണം പറയാം. അഞ്ചാമത്തേത് അൻ യുതവജ്ജഹ സബ്ബു ഇലാ ബഅലിഹിം വയകൂനു സബ്ബൻ ലാ യഖ്ദഹു ഫീ അദാലതിഹിം ലാ ഫീ ദീനിഹിം മിസ്ലു വസ്ഫി ബഅലി സ്വഹാബതി ബിഅന്നഹു ബഖീലുൻ ഫഖത്ത്. ചില സ്വഹാബാക്കളെ കുറിച്ച് അവരെ ചീത്ത വിളിക്കലല്ല, അവരിലുള്ള ഒരു മോശമായ കാര്യം പറയാം. ആ മോശമായ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വഹാബാക്കളുടെ സത്യസന്ധതയ്ക്ക് കോട്ടം തട്ടുന്നതല്ല, ദീനിന് കോട്ടം തട്ടുന്നതുമല്ല. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മോശമായ അവരിൽ ഉണ്ടാകുന്ന ചിലപ്പോൾ ചെറിയ പോരായ്മകളായിരിക്കാം. ആ പോരായ്മകൾ എടുത്തു പറയാന്നുള്ളത് കുഫ്റിലേക്ക് എത്തിക്കൂല, പക്ഷെ അത് തിന്മയാണ്. അതെന്ത് ചെയ്യണം, ഒഴിവാക്കണം, അത് ഒഴിവാക്കണം എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇന്ന സഹാബി ദുർബലനാണ്, അദ്ദേഹം വളരെ പിശുക്കനാണ് എന്നിങ്ങനൊക്കെ വിശേഷിപ്പിക്കാന്നുള്ളത് തെറ്റാണ്. അതുപോലും എന്ത് ചെയ്യണം, ഒഴിവാക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് സഹാബാക്കളുടെ വിഷയത്തിൽ വളരെ വലിയ ശ്രദ്ധ നമുക്കുണ്ടാകണം. അവരുടെ ജീവിതങ്ങൾ നമ്മൾ വായിക്കണം, അവരുടെ കൂടെ ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അടുത്തത് വൻ നിഫാഖു ഹുവൽ കുഫ്റു. നിഫാഖ് എന്ന് പറഞ്ഞാൽ കുഫ്റാണ്. ഒരു തലത്തിൽ നോക്കുകയാണെങ്കിൽ അത് കുഫ്റാണ്. അൻ യക്ഫുറ ബില്ലാഹി വയഅബുദ ഗൈറഹു, അള്ളാഹുവിനെ നിഷേധിക്കലും മറ്റുള്ള ആളുകളെ ആരാധിക്കലുമാണ്. വയുൽഹിറുൽ ഇസ്ലാമ ഫിൽ അലാനിയ, പുറത്തെന്ത് ചെയ്യും, ഇസ്ലാം പ്രകടിപ്പിക്കും. മിസ്ലൽ മുനാഫിഖീൻ അല്ലദീന കാനു അലാ അഹ്ദി റസൂലില്ലാ, ആരെപ്പോലെ, മുനാഫിക്കുകളെപ്പോലെ, റസൂലിൻ്റെ കാലത്തുണ്ടായ മുനാഫിക്കുകൾ.
അപ്പോൾ അവർ ഇസ്ലാം എന്ത് ചെയ്തു? പുറമെ കാണിച്ചു, ഉള്ളിലെന്താണ്? കുഫ്റാണ്. അപ്പോൾ സത്യത്തിൽ ആശയതലത്തിൽ നോക്കുകയാണെങ്കിൽ അവർ കാഫിര്യങ്ങൾ തന്നെയാണ്. അവർക്ക് കാഫിര്യങ്ങളിൽ നിന്ന് ഒരു വ്യത്യാസമുള്ളത് പുറമെ എന്ത് ചെയ്തിരുന്നു? അവർ ഇസ്ലാം പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. വഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സലാസുൻ മൻ കുന്ന ഫീഹി ഫഹുവ മുനാഫിഖ്. ആരെങ്കിലും 3 കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ മുനാഫിഖാണ്. ഹാദാ അല തഗ്ലീൽ, ഇത് പേടിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. നർവീഹ കമാ ജാഅത്, ഇതെങ്ങനെയാണോ വന്നത് അതുപോലെ നമ്മൾ എന്ത് ചെയ്യും? ഉദ്ധരിക്കും. വലാ നുഫസ്സിറുഹ, നമ്മൾ എന്ത് ചെയ്യൂല? തഫ്സീർ ചെയ്യൂല. ഇവിടെ പറഞ്ഞ നിഫാഖ് ഏതാ? ഇങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ മുനാഫിഖാകുമോ? ഒരാൾ കളവ് പറഞ്ഞാൽ മുനാഫിഖാകുമോ? ഒരാൾ കളവ് പറഞ്ഞാൽ മുനാഫിഖാകുമോ? നിഫാഖിന്റെ അടയാളം 3 പറയുന്നത്. ഇദാ ഹദ്ദസ കദബ വഇദാ തുമിന ഖാന വഇദാ വഅദ അഖ്ലഫ. കരാർ പാലിച്ചാൽ ലംഘിക്കും, സംസാരിച്ചാൽ കളവ് പറയും, വിശ്വസിച്ചാൽ വഞ്ചിക്കും. ഇതിലേതെങ്കിലും ഒന്നുണ്ടായാൽ മുനാഫിഖാണെന്നാണ്. യഥാർത്ഥത്തിലുള്ള മുനാഫിഖാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അല്ല, നിഫാഖുൽ അക്ബർ അല്ല, നിഫാഖ് അസ്ഗറാണ്. നിഫാഖ് അസ്ഗറാണ്. പക്ഷെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറഞ്ഞതൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ആ വരി നർവീഹ കമാ ജാഅത്, എങ്ങനെയാണോ വന്നത് അതുപോലെ നമ്മൾ ഉദ്ധരിക്കും. വലാ നുഫസ്സിറുഹ, അത് തഫ്സീർ ചെയ്യൂലാണ്. തഫ്സീർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബർ ഉണ്ട് അസ്ഗർ ഉണ്ട് എന്നുള്ളത് നമ്മൾ പറയില്ല. കാരണം അക്ബർ ഉണ്ട് അസ്ഗർ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാകുക? അസ്ഗർ അല്ലേ, അത് നിഫാഖ് മുനാഫിക്കൊന്നും ആകൂല എന്നെന്ത് ചെയ്യും? അവൻ പറയുന്ന അവസ്ഥ ഉണ്ടാകും. പേടി കുറയും. അതുകൊണ്ട് തന്നെ ചില ഉലമാക്കൾ പറയുന്നത്, സാധാരണക്കാരോട് പറയുന്ന സമയത്ത് എന്ത് ചെയ്യരുത്? ഇത് വിഭജിച്ച് പറയരുത്, ഇതിങ്ങനെ എന്ത് ചെയ്യണം? പറയണം എന്ന് പറഞ്ഞത്. എന്നാലേ ഗൗരവം ഉണ്ടാകുമെന്നാണ്. അല്ലെങ്കിൽ അക്ബർ അസ്ഗർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അത് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ടാണ് ആ ഗൗരവത്തിൽ പറഞ്ഞത്. എന്നാൽ ഏറ്റവും താഴെ പറയുന്നുണ്ട് എപ്പോഴാണ് നമ്മൾ തഫ്സീർ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ തഫ്സീർ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ തഫ്സീർ ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകും. ഒരാൾ വന്നിട്ട് വാദിക്കാം, റസൂൽ പറഞ്ഞിട്ടുണ്ട് മുനാഫിക്കാകും എന്നുള്ളത്, നീ കളവ് പറഞ്ഞ് നീ മുനാഫിക്കാണ്, റസൂലിൻ്റെ കാലത്തുള്ള അതേപോലത്തെ മുനാഫിക്കാണ് നീ എന്ന് പറഞ്ഞാലോ, അപ്പം നമ്മൾ തഫ്സീർ ചെയ്യേണ്ടി വരും. അവിടെ ഉദ്ദേശിച്ച നിഫാഖ് എന്തല്ല, അങ്ങനെയല്ല, ഇങ്ങനെയാണ് തഫ്സീർ ചെയ്യേണ്ടി വരും. ലാ തർജിഉ ബഅദി കുഫാറൻ ദുല്ലാലൻ യദ്രിബു ബഅദുകും റിഖാബ ബഅദ്, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊലകൾ നടത്തി നിങ്ങൾ കാഫിറുകളായി മാറരുത്. ഇദൽ തഖൽ മുസ്ലിമാനി ബിസൈഫിഹിമ ഫൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ, ഒരു മുസ്ലിം, 2 മുസ്ലിമീങ്ങൾ അവർ യുദ്ധം ചെയ്യുന്നു, പരസ്പരം പോരാടുന്നു, എന്നിട്ട് 2 ആളുകളും മരിച്ചു കഴിഞ്ഞാൽ 2 ആളുകളും നരകത്തിലാണ്. വമിസ്ലു സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വഖിതാലുഹു കുഫ്റുൻ, ഒരു മുസ്ലിമിനോട് യുദ്ധം ചെയ്യാന്നുള്ളത് കുഫ്റാണ്. മൻ ഖാല ലി അഖീഹി യാ കാഫിർ, ആരെങ്കിലും തൻ്റെ സഹോദരനോട് യാ കാഫിർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഫഖദ് ബാഅ ബിഹ അഹദുഹുമാ, അതിലൊരാൾക്ക് എന്ത് ചെയ്യും? അത് മടങ്ങും എന്നുള്ളതാണ്. വമിസ്ലു കുഫ്റുൻ ബില്ലാഹി തബർറുഉൻ മിൻ നസബിൻ വഇൻ ദഖ വനഹ്വു ഹാദിഹിൽ അഹാദീസ് മിമ്മാ ഖദ് സഹഹ വഹുഫിദ. ഈ പറയുന്ന ഹദീസുകളൊക്കെ ശരിയായ റിപ്പോർട്ടുകളിലൂടെ ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ്. അതോടൊപ്പം തന്നെ ഫഇന്നാ നുസല്ലിമു ലഹു, നമ്മൾ ഈ ഹദീസിന് കീഴൊതുങ്ങുന്നു. വഇല്ലം നഅലം തഫ്സീറഹ, നമുക്കതിൻ്റെ തഫ്സീർ അറിയുന്നില്ല എങ്കിലും. വലാ നതകല്ലമു ഫീഹ, നമ്മൾ സംസാരിക്കുകയില്ല. വലാ നുജാദിൽ ഫീഹ, നമ്മൾ പരസ്പരം തർക്കിക്കുകയില്ല. വലാ നുഫസ്സിറു ഹാദിഹിൽ അഹാദീസ്, ഈ ഹദീസുകളൊന്നും നമ്മൾ വിശദീകരിക്കുകയില്ല. ഇല്ലാ മിസ്ല മാ ജാഅത്, എങ്ങനെയാണോ വന്നത് ആ രൂപത്തിലല്ലാതെ. ലാ നറുദ്ദുഹ ഇല്ലാ ബി അഹഖ മിൻഹാ, നമ്മൾ മറുപടി കൊടുക്കുകയാണെങ്കിൽ ഇതിനേക്കാളും ഏറ്റവും നല്ല രൂപത്തിലാണ് നമ്മൾ ഈ ഹദീസിനെ മടക്കുക, ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക. അതായത് ഈ ഹദീസൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, അവിടെയൊക്കെ ഉപയോഗിച്ച പദം കുഫ്റുൻ എന്നാണ്. കുഫ്റുൻ എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ലാ തർജിഉ ബഅദി കുഫാറൻ, അതായത് അവിടെ ഒരു അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അലിഫ്ലാം ഇല്ലാതെ, അവിടെ അലിഫ്ലാം ഇല്ലല്ലോ. കുഫാറൻ എന്ന് പറയുമ്പോൾ അലിഫ്ലാം ഉണ്ടോ? ഇല്ല. അൽ കുഫാർ എന്നല്ല പറഞ്ഞത്, കുഫാറൻ എന്നാണ് ഒന്നാമത്തെ ഹദീസിൽ. രണ്ടാമത്തേതിലോ സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വഖിതാലുഹു കുഫ്റുൻ, അലിഫ്ലാം ഇല്ല. അലിഫ്ലാം ഇല്ലാതെ കുഫ്ർ എന്ന് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്ന കുഫ്ർ അസ്ഗറാണ്, എന്തല്ല അക്ബർ അല്ല. അവിടെ ഉദ്ദേശിക്കുന്ന കുഫ്ർ ചെറിയ കുഫ്റാണ്. ഈ ഹദീസുകൾ വെച്ചിട്ടാണ് ഖവാരിജുകൾ എന്ത് ചെയ്യാറുള്ളത്? കണ്ടില്ലേ, കുഫ്ർ എന്ന് പറഞ്ഞു, ഓൻ എന്ത് ചെയ്തു? കാഫിറായി, ഓൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. അവിടെ നമ്മൾ വിശദീകരിക്കും. ഖവാരിജുകൾ ഈ ഹദീസിനെ ദുർവ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ പറയും, നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെയല്ല ഹദീസിൻ്റെ ആശയം. ഹദീസിൻ്റെ ആശയം എന്നുള്ളത് അവിടെ ഉദ്ദേശിക്കുന്ന കുഫ്റുൻ അസ്ഗറാണ് എന്ന് നമ്മൾ വ്യക്തമാക്കി കൊടുക്കും. ഇനി അടുത്തത് വൽ ജന്നത്തു വന്നാറു മഖ്ലൂഖതാനി ഖദ് ഖുലിഖതാ, സ്വർഗ്ഗവും നരകവും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, അതിപ്പോഴും അള്ളാഹു സൃഷ്ടിച്ച കോലത്തിൽ തന്നെയാണ് അവിടെ ഉള്ളതെന്ന്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആളുകൾ
ഇതിനെതിരെ വാദിക്കുന്നുണ്ട്. സ്വർഗ്ഗം നരകം ഇതുവരെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്ന് ചില പിഴച്ചുപോയ കക്ഷികൾ വാദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അഹ്ലുസുന്ന മൻഹജായി രേഖപ്പെടുത്തിയത് എന്ത്? സ്വർഗ്ഗം നരകവും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. കമാ ജാഅ അൻ റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുണ്ട്, ദഖൽതുൽ ജന്നത ഫറഅയ്തു ഖസ്റൻ വറഅയ്തുൽ കൗസർ വത്തലഅതു ഫിൽ ജന്ന ഫറഅയ്തു അക്സറ അഹ്ലിഹാ കദാ വത്തലഅതു ഫിൻ നാരി ഫറഅയ്തു കദാ വകദാ. അപ്പോൾ റസൂൽ കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗം കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വർഗ്ഗം എന്തുണ്ട്? മുമ്പേ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നരകവും മുമ്പേ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടും നശിക്കുകയുമില്ല. വലാ തഫ്നയാനി അബദൻ എന്നത് അഹ്ലുസുന്നയുടെ അഖീദയാണ്. എന്നാൽ ചില ആളുകൾ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യക്കെതിരെയും ഇബ്നുൽ ഖയ്യിമിനെതിരെയും ആരോപണങ്ങളിൽ പറയാറുള്ള ഒന്നാണ് നരകം നശിക്കുമെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയും ഇബ്നുൽ ഖയ്യിമും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. അതിനെതിരെ ഉലമാക്കൾ ഗ്രന്ഥങ്ങൾ വരെ രചിച്ചിട്ടുണ്ട്. ശൈഖുൽ ഇസ്ലാം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഫമൻ സഅമ, ആരെങ്കിലും വാദിക്കാം, അന്നഹുമാ ലം തുഖ്ലഖ, അത് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്ന് വാദിക്കാം, ഫഹുവ മുകദ്ദിബുൻ ബിൽ ഖുർആൻ, അവൻ ഖുർആനിനെ കളവാക്കുന്നവനാണ്. വ അഹാദീസി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ ഹദീസിനെ കളവാക്കുന്നവനാണ്. വലാ അഹ്സബുഹു യുഅ്മിനു ബിൽ ജന്നതി വന്നാർ, അവൻ സ്വർഗ്ഗത്തിലും നരകത്തിലും വിശ്വസിക്കുന്നവനാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അടുത്തത് വമൻ മാത മിൻ അഹ്ലിൽ ഖിബ്ല, അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ട നമ്മുടെ ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്ന ഒരാൾ മരണപ്പെട്ടു, മുവഹിദൻ, മുവഹിദായിക്കൊണ്ട്, യുസല്ലാ അലൈഹി, അവന് വേണ്ടി നിസ്കരിക്കും, വയുസ്തഗ്ഫറു ലഹു, അവന് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തേടും, വലാ യുഹ്ജബു അൻഹുൽ ഇസ്തിഗ്ഫാർ, അവനെ തൊട്ട് ഇസ്തിഗ്ഫാർ തടയപ്പെടുകയില്ല, നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യാതിരിക്കുകയില്ല, വലാ തുത്രകു സ്വലാത്തു അലൈഹി, അവൻ്റെ മേൽ നിസ്കരിക്കുന്ന നിസ്കാരവും നമ്മൾ ഒഴിവാക്കുകയില്ല, ലിദംബിൻ അദ്നബഹു, അവൻ ചെയ്ത പാപത്തിൻ്റെ പേരിൽ, സ്വഗീറൻ കാന ഔ കബീറൻ അംറുഹു ഇലല്ലാഹി തആല, ഒരു ചെറിയ തിന്മ ചെയ്തു, ആ തിന്മ ചെയ്തതിൻ്റെ പേരിൽ നമ്മൾ നിസ്കരിക്കാതിരിക്കോ? ഇല്ല, നിസ്കരിക്കും. അത് ചെറിയ തിന്മയാകട്ടെ വലിയ തിന്മയാകട്ടെ നമ്മൾ നിസ്കരിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു സഹോദരനാണ്. സഹോദരൻ്റെ ജനാസ അനുഗമിക്കുക, ആ ജനാസക്ക് വേണ്ടി പുറപ്പെടുക, നിസ്കരിക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ ബാധ്യതയാണ്. ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, 6 ബാധ്യതകളാണ് പരസ്പരം മുസ്ലിമീങ്ങൾ തമ്മിലുള്ളത് എന്നാണ്. മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അവൻ്റെ നിസ്കാരത്തിനും മറ്റുമൊക്കെയായി നമ്മൾ പോകണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയ തിന്മ ചെയ്തു എന്ന് വിചാരിച്ച് അതിൽ നിന്ന് പിന്നിട്ട് നിൽക്കൂല. പക്ഷെ പിന്നിട്ട് നിൽക്കണം ആര്? പിന്നിട്ട് നിൽക്കേണ്ടത് ആ സമൂഹത്തിൽ സ്ഥാനമാനമുള്ള ആളുകളുണ്ടാകാം. ആ സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനമുള്ള ആളുകൾ അവരെന്ത് ചെയ്യണം? ചില വലിയ തിന്മകൾ ചെയ്തു കഴിഞ്ഞാൽ അവരതിൽ നിന്ന് പിന്നിട്ട് നിൽക്കണം. എന്തിനു വേണ്ടി? ആളുകൾ ആ തിന്മ ആവർത്തിക്കാൻ പാടില്ല. ആത്മഹത്യ പോലെയുള്ള തിന്മകൾ ആളുകൾ ആവർത്തിക്കാൻ പാടില്ല. പക്ഷേ നിസ്കരിക്കണമെന്ന് ചോദിച്ചാലോ? നിസ്കരിക്കണം, നിസ്കാരം നടക്കണം. പക്ഷേ ചില പ്രത്യേകം സമൂഹത്തിൽ സ്ഥാനമുള്ള, സമൂഹത്തിൽ ആളുകൾ ബഹുമാനത്തോടു കൂടി കാണുന്ന ആളുകൾ നിസ്കരിക്കാതിരിക്കണം. അവരോട് പറയുകയും വേണം, ഞാൻ എന്ത് ചെയ്യുന്നില്ല, നിസ്കരിക്കുകയില്ല ഇത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത അങ്ങനെ ഒരു പ്രവർത്തനം ചെയ്യുന്നതിനെ തൊട്ട് ആളുകൾക്ക് പേടിയുണ്ടാവും. ഇന്ന് ഉസ്താദ് എന്ത് ചെയ്യുന്നില്ല, നിസ്കരിക്കുന്നില്ല, അത് നമുക്ക് ശരിയാകൂല എന്നുള്ള ഒരു പേടി ജനങ്ങൾക്ക് ഉണ്ടാകും. അത് സ്ഥാനമാനമുള്ള ആളുകളാണ് ചെയ്യേണ്ടത്. അല്ലാത്ത ആളുകൾ പോയിട്ട് എന്ത് ചെയ്യണം? നിസ്കരിക്കണം എന്നുള്ളതാണ്. ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. അൽഹംദുലില്ലാ, ഇതോടുകൂടി അവസാനിച്ചിട്ടുണ്ട് നമ്മുടെ റിസാല. ആഖിറുർ റിസാലത്തി വൽഹംദുലില്ലാഹി വഹ്ദഹു വസലവാതുഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസല്ലിം തസ്ലീമൻ. അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് എന്നോണമാണ് നമുക്ക് ഈ ഒരു പുസ്തകം 2 ആഴ്ചകളിലായി തീർക്കുവാൻ സാധിച്ചിട്ടുള്ളത്. കേട്ടതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിവ് പഠിക്കുന്നത് അതൊരിക്കലും അവസാനിക്കാത്തൊരു യാത്രയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ മരണം വരെ പഠിക്കുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. മരണം വരെ പഠിക്കുകയും പഠിപ്പിക്കാൻ സാധിക്കുന്ന ആളുകൾ പഠിപ്പിക്കുകയും, ഇനി അതല്ല അറിവിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ, നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും കോളേജോ അതല്ലെങ്കിൽ 1-2 കുട്ടികളെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് അവരെ മദീനയിലേക്കും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പഠിക്കാൻ അയക്കാം, പണ്ഡിതന്മാരാക്കി അവരെ കൊണ്ടുവരാൻ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു സഹായം നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അപ്പോൾ അറിവിൻ്റെ വിഷയത്തിൽ എങ്ങനെയൊക്കെയാണോ നമുക്ക് സഹായിക്കാൻ പറ്റുക ആ വിഷയത്തിലൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ സഹായിക്കണം. അറിവിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ശത്രുവാണ് അഹങ്കാരം എന്നുള്ളത്. അറിവ് കൂടുന്നതിനനുസരിച്ച് ചില ആൾക്ക് എന്ത് ചെയ്യും? അഹങ്കാരവും അതോടൊപ്പം കൂടിക്കൊണ്ടേയിരിക്കും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത് ഉലമാക്കൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് കിബറിൻ്റെ വിഷയത്തിലാണെന്നാണ്. പെട്ടെന്ന് ഉലമാക്കൾ എന്ത് ചെയ്യും? കിബർ പിടികൂടും. അതുകൊണ്ട് കിബർ ഒരിക്കലും നമ്മുടെ അടുത്തുകൂടെ പോകാൻ പോലും പാടില്ല എന്നുള്ളതാണ്.
ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹിയെ കുറിച്ച് ഒരിക്കൽ ഇബ്നു ബാസ് റഹ്മത്തുള്ള ഇമാമ് വേറെ ഖിറാഅത്ത് ഓതിയെന്നാണ്. ഇമാം എന്ത് ചെയ്തു? ഖിറാഅത്ത് പല രൂപത്തിലുള്ള ഖിറാഅത്തുണ്ട്, ഖിറാഅത്ത് മാറ്റി ഓതി. ഇബ്നു ബാസിന് ഖിറാഅത്തിൻ്റെ വിഷയത്തിൽ അത്ര അഗാധമായ ജ്ഞാനമില്ല. നിസ്കാരം കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, എങ്ങനെയാണ് ആ ഖിറാഅത്ത് ഓതിയത് ശരിയല്ലല്ലോ, ഇങ്ങനെയല്ലേ ഓതേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇബ്നു ബാസിനെ തിരുത്തി കൊടുക്കുകയാണ്. ഗ്രാൻഡ് മുഫ്തിയാണ്. ഇബ്നു ബാസിനെ തിരുത്തി കൊടുത്തപ്പോൾ ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞു എന്നാണ്, എങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, മദീന യൂണിവേഴ്സിറ്റിയിൽ ഒരു ഖിസ്മുൽ ഖുർആൻ നമുക്ക് എന്തായാലും തുടങ്ങണം എന്ന് പറഞ്ഞു എന്നാണ്. അല്ലാതെ അവിടെ എന്ത് ചെയ്തിട്ടില്ല, ന്യായീകരിക്കാൻ നിന്നിട്ടില്ല, അങ്ങനെയല്ല ഇങ്ങനെയാണ്, നോക്കാം എന്തായാലും പറഞ്ഞല്ലേ എന്നൊന്നല്ല ഇബ്നു ബാസ് പറഞ്ഞത്. ഉടനെ തന്നെ പറഞ്ഞു, എങ്കിലും എന്ത് ചെയ്യണം, നമുക്ക് തുടങ്ങാനേ വേണമെന്ന്. അതുകൊണ്ട് എപ്പോഴും വിനയം നമ്മുടെ മുഖമുദ്രയായി ഉണ്ടാകണം. അതോടൊപ്പം തന്നെ അറിവിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ആളുകൾ എന്ന നിലക്ക് അതിൻ്റേതായ മര്യാദകൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, കാത്തു സൂക്ഷിക്കണം. ജീവിതത്തിൽ നല്ലൊരു ചിട്ടയും ഡിസിപ്ലിനും ഒക്കെ പരമാവധി നമ്മൾ കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്, പരമാവധി. അതോടൊപ്പം അറിവിൻ്റെ സദസ്സിൽ ഇരിക്കുന്ന സമയത്തുള്ള മര്യാദകൾ, നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നത്, പരസ്പരം സംസാരിക്കുന്നത്, ഇതൊക്കെ ഒഴിവാക്കി വളരെ വഖാറത്തോടു കൂടി അറിവിൻ്റെ സദസ്സിലിരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ അറിവിൻ്റെ മാധുര്യവും അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ തൃപ്തിയും നമുക്ക് നേടാൻ സാധിക്കുക. അല്ലാതെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരു ഭൗതിക പഠനത്തോട് ഇതിനെ താരതമ്യം ചെയ്യരുത്. നമ്മൾ ഭൗതികം പഠിക്കുന്ന ഒരു രീതിയുണ്ട്, ചിലപ്പോൾ ചാരിയിരുന്ന് കിടന്നുറങ്ങി ഒക്കെ അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടാകാം. പക്ഷെ ഇതിനെ നമ്മൾ ആ ഒരു രൂപത്തിലേ കാണാൻ പാടില്ല. ഭൗതിക തലത്തിലുള്ള പഠനമല്ല എന്ത്, ദീനീപരമായ പഠനം എന്നുള്ളത്. ഒരു പണ്ഡിതനോട് ഒരു വിദ്യാർത്ഥി ചോദിച്ചത്, ഞാൻ എത്ര കിതാബുകൾ പഠിക്കണം ഒരു വേറിട്ട് നിൽക്കാൻ വേണ്ടി, ആളുകൾക്കിടയിൽ ഞാൻ പ്രസിദ്ധരാകാൻ വേണ്ടി എത്ര കിതാബ് പഠിക്കണം എന്നാണ് ചോദിച്ചത്. അതേ നല്ല മറുപടി പറഞ്ഞു. ഹുസൈൻ കൊടുത്ത മറുപടി എന്നുള്ളത്, നീ എന്തിനാണ് ഇൽമു പഠിക്കുന്നത്, വേറിട്ട് നിൽക്കാനല്ലല്ലോ, അള്ളാൻ്റെ തൃപ്തി കിട്ടാനല്ലേ ഇൽമു പഠിക്കേണ്ടത്, വേറിട്ട് നിൽക്കാനല്ല എന്ത് ചെയ്യേണ്ടത്, ഇൽമു പഠിക്കേണ്ടത്. അതൊക്കെ ദുനിയാവിൻ്റെ ആളുകൾ അവർ ചെയ്യുന്നത് എന്തിനാണ്, അവർ ജോലികളിലും മറ്റൊക്കെ പുതിയ പുതിയ സ്കില്ലുകൾ ആഡ് ചെയ്യുന്നതൊക്കെ ചെയ്യുന്നത് വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇത് വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടല്ല, അള്ളാൻ്റെ അടുക്കൽ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സ്ഥാനമാണ് നമ്മളെപ്പോഴും ലക്ഷ്യം വെക്കേണ്ടത്. നമ്മെക്കാളും അറിവ് കുറഞ്ഞ ആളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ചിന്ത എന്നുള്ളത് ഒരിക്കലും ഞാൻ അദ്ദേഹത്തെക്കാളും ഉന്നതനാണെന്നല്ല, മറിച്ച് അവൻ എന്നെക്കാളും അമലിൽ ഉഷാറായിരിക്കാം, ഒരുപാട് രഹസ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടാകാം, ഞാൻ എത്രയോ പിന്നിലാണ് എന്ന ചിന്തയാണ് നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് അറിവിൻ്റെ കൂടെ നടക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. ഒരു ഭൗതിക പഠനത്തിലൂടെ പോകുന്നു, എന്നാൽ അതോടൊപ്പം തന്നെ അറിവ് നേടാൻ സാധിക്കുക, അതിൻ്റെ കൂടെ സഞ്ചരിക്കാൻ സാധിക്കുക എന്നുള്ളത് വലിയ അനുഗ്രഹം. ആ അനുഗ്രഹം കാത്തു സൂക്ഷിക്കാൻ പരിശ്രമിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ നസീഹത്ത്. പരമാവധി നിങ്ങൾ എന്ത് ചെയ്യണം, കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കണം. രണ്ടാമത്തേത്, റെഫ്യൂട്ടേഷനിൽ എന്ത് ചെയ്യരുത്, നമ്മൾ അമിതമായി സമയം ചെലവഴിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. പലപ്പോഴും യുവാക്കൾക്കാണ് അത് പിടിപ്പെടാറുള്ളത്, അത്തരം റെഫ്യൂട്ടേഷനുകളിൽ ചെന്ന് ഇങ്ങനെ മറുപടി കൊടുക്കുക എന്നുള്ള രീതി. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. മരിക്കുന്ന നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സലഫി മൻഹജിനും സലഫിയത്തിനും നമ്മളാൽ കഴിയുന്ന ഒരുപാട് സേവനങ്ങൾ, ആത്മാർത്ഥമായ സേവനങ്ങൾ, സത്യസന്ധമായ സേവനങ്ങൾ ചെയ്യുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ദുനിയാവൊന്നും ആഗ്രഹിക്കാതെ ആഖിറ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ദീനിനെ സഹായിക്കുന്ന, ദീനിനു വേണ്ടി പണിയെടുക്കുന്ന അവൻ്റെ യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.